ശരി ശ്യാംരാജ്, അതാണ് സംശയിക്കുന്നത്. ഇതിൽ ഈ ബില്ലിലെ ഉള്ളടക്കത്തെ കുറിച്ച് ആർക്കും സംശയമില്ല. നല്ല ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഈ മാതൃകയാകണം പൊതുപ്രവർത്തകർ എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ കളങ്കിതരാകാൻ പാടില്ല, ജനങ്ങൾക്ക് മുന്നിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാൻ പാടില്ല, അതൊക്കെ ശരി. പക്ഷേ അതിനിടയിലെ ഗൂഢമായ നീക്കങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ വസന്ത് ഇവിടെ പറഞ്ഞത്. നേരത്തെ ശ്രീ മോഹൻ വർഗീസും അത്തരത്തിലുള്ള ചില സംശയങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചിരുന്നു. ഇതിലൂടെ ഈ സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭകളെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ പോകുമെന്ന്. മഞ്ജുഷ, ഇത് കോഴിയെ കാണാതെ പോയി എന്ന് പറഞ്ഞപ്പോഴേ കോൺഗ്രസ്സുകാരെല്ലാം കൂടി തലയിൽ പൂട തപ്പാൻ വേണ്ടി തുടങ്ങി. ഇവിടെ പ്രശ്നം എന്താണ്? ഇത് ഈ രാജ്യത്തെ ഈ പുതിയ ഭേദഗതി എന്ത് തന്നെയാണ്? ഈ രാജ്യത്തെ ഏതെങ്കിലും സംസ്ഥാനത്തെ മന്ത്രി, മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, പ്രധാനമന്ത്രി ഇവരാരെങ്കിലും 30 ദിവസത്തിൽ കൂടുതൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ തടവിലോ 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ തടവിലായിട്ടുണ്ടെങ്കിൽ ആ 30 ദിവസത്തിന് ശേഷം ഇവരുടെ പദവി സ്വാഭാവികമായി നഷ്ടപ്പെടും എന്നുള്ളതാണ് ഈ ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മന്ത്രിമാരുള്ളത് ആർക്കാണെന്ന്, ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുള്ളത് ആർക്കാണ്, ഈ മന്ത്രിസഭ കേന്ദ്ര മന്ത്രിസഭയുള്ളത് ആർക്കാണ്? അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വരുമെങ്കിൽ അല്ലെങ്കിൽ ജയിലിലാകുമെന്ന് ഭയപ്പെടേണ്ടത് ഞങ്ങളല്ലേ? ഞങ്ങൾക്കങ്ങനെ ഭയമില്ല, ഞങ്ങൾ അഴിമതി കാണിക്കാറില്ല, ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ പെടാറുമില്ല. ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് ജയിലിലിരുന്നിട്ടും ഭരിക്കണം, ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ജയിലിലിരുന്നും ഭരിക്കണം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാം മഞ്ജുഷേ? നോക്കൂ, ഈ സെന്തിൽ ബാലാജിയുടെ കേസ് വരുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ചെന്നൈ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ഒരു പരാമർശമുണ്ട്. അത് അദ്ദേഹം ജയിലിലിരുന്നു കൊണ്ട് അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുന്നത് നമ്മുടെ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല എന്നൊരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പോൾ ഇത് നിങ്ങളെന്നാ വെച്ചോ, കഴിഞ്ഞൊരു 10-15 വർഷത്തിനകത്ത് ഇന്ത്യയിൽ ഹിറ്റായിട്ടുള്ള കുറെ സിനിമകളുണ്ട്, നമ്മുടെ അന്യൻ പോലെ അല്ലെങ്കിൽ ഫോർ ദ പീപ്പിൾ പോലെ. ഈ രാജ്യത്തെ ജനങ്ങളാരും അഴിമതി അംഗീകരിക്കുന്നില്ലെന്ന്, അതല്ലെങ്കിൽ ഒരു മന്ത്രി ജയിലിലിരുന്ന് ഭരിക്കുന്നത് ഈ രാജ്യത്തെ ശരാശരി ചെറുപ്പക്കാരോ ജനങ്ങളോ അംഗീകരിക്കുന്നില്ല എന്ന്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഈ ഭേദഗതിയിൽ എന്താണ് പറയുന്നത്? ഒരു മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇവരാരെങ്കിലും ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ പദവി മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. ഇവരെ എം പി അല്ലെങ്കിൽ MLA എന്ന് പറയുന്ന സ്ഥാനം നഷ്ടപ്പെടുന്നില്ല. ഇവർ എന്നാണോ ഇവർക്ക് ജാമ്യം ലഭിക്കുന്നത്, എന്നാണോ ജയിലിൽ നിന്ന് കസ്റ്റഡിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത്, അപ്പോൾ ഇവർക്ക് തിരിച്ചു കയറാൻ വേണ്ടിയിട്ട് പറ്റുമെന്നേ. അപ്പോൾ ഇതിന് ഇടയ്ക്കുള്ള ഈ സമയം എന്ന് പറയുന്നത് കളങ്കിതനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി അദ്ദേഹം ജയിലിൽ നിന്ന് ഭരിക്കണ്ടേ? അല്ല, ഏറ്റവും കൂടുതൽ മന്ത്രിമാർ നിങ്ങൾക്കാണ് എന്ന് പറയുമ്പോഴും, ഏറ്റവും കൂടുതൽ മന്ത്രിമാർ BJPക്കാണെന്ന് പറയുമ്പോഴും, ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാർ BJPക്കാണെന്ന് പറയുമ്പോഴും അതാണ് വസന്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ഇതിനിടയിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് 1 മാസം അകത്തിടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന്. എന്റെ മഞ്ജുഷ, ഈ രാജ്യത്ത് കോടതിയും സംവിധാനങ്ങളും ഒക്കെ ഇല്ലേ? അല്ല, കോടതിയിലേക്ക് പോകുന്ന മുൻപ് സംഭവിക്കും. അല്ല, കേന്ദ്ര ഏജൻസികൾ എഴുതി കൊടുക്കുന്നതിനനുസരിച്ച് റിമാൻഡിൽ പോകാമല്ലോ. അല്ല, റിമാൻഡിൽ പോകാമല്ലോ. അപ്പോൾ 1 മാസം റിമാൻഡിലായി കഴിഞ്ഞാൽ തന്നെ പോയി. മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രി പദവി പോയി, മന്ത്രിയാണെങ്കിൽ മന്ത്രി പദവി പോയി. അങ്ങനെ മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, ആരാണ് അങ്ങനെ പോയതെന്ന്? ഇപ്പൊ സെന്തിൽ ബാലാജിയുടെ കാര്യം തന്നെ നിങ്ങൾ എടുക്കൂ. അല്ല, ഇനി ഈ ബിൽ നിയമമായാൽ അങ്ങനെ സംഭവിക്കും. ഭരണഘടനാ ഭേദഗതി വന്നാൽ ഇതുവരെ അങ്ങനെയില്ല. ഇതുവരെ അങ്ങനെയില്ലല്ലോ ശ്യാംരാജ്. ഭരണഘടനാ ഭേദഗതി വന്നാൽ അങ്ങനെ സംഭവിക്കും. ഇതുവരെ വന്നത് ധാർമ്മികതയ്ക്ക് അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്നെങ്കിൽ രാജിവെക്കുക. അങ്ങനെ രാജിവെക്കാൻ പോകുന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം വരുന്നത്. ഇപ്പോൾ 2 വർഷമെങ്കിലും ശിക്ഷ കിട്ടിയാൽ മന്ത്രി പദവി പോകും എന്നുള്ളതേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ശിക്ഷിക്കുകയല്ല, കോടതി കണ്ടെത്തുകയല്ല. അവിടെ ഒരു കേസിൽപ്പെട്ട് റിമാൻഡിൽ പോയാൽ മതി, അല്ലെങ്കിൽ 30 ദിവസം തുടർച്ചയായിട്ട് പോലീസിന്റെയോ മറ്റ് ഏജൻസികളുടെയോ കസ്റ്റഡിയിൽ ഇരുന്നാൽ മതി. മന്ത്രി പദവി പോകുന്നുണ്ടോ? മന്ത്രി പദവി പോകുന്നില്ലെന്ന്. അവർ ജയിലിലുള്ള അതാണ് ഞാൻ പറഞ്ഞത്. മന്ത്രി പദവി പോകുന്നില്ല. അവർക്ക് തിരിച്ചു വരാൻ, അവർക്ക് എപ്പോഴാണ് കസ്റ്റഡിയിൽ നിന്ന് മോചിതരാകുന്നത് അവർക്ക് അപ്പോൾ തിരിച്ചു വരാം. അതാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഭേദഗതിയെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ പലപ്പോഴും പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ വിട്ടുപോകുന്നുണ്ട്. ഒന്ന്, അവരെ പൂർണ്ണമായിട്ട് മന്ത്രി പദവിയിൽ നിന്ന് ഒഴിവാക്കുകയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ജയിലിൽ നിന്ന് ഭരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഭേദഗതിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഒരു കാര്യം ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ. 2013 ഇന്നിപ്പോ അവിടെ ലോക്സഭയിൽ ഈ കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആളുകൾ വന്നിട്ട് ഈ ബില്ല് കീറി എറിയാണല്ലോ. 2013 ശ്രീ രാഹുൽ ഗാന്ധി ഒരു ബില്ല് കീറി എറിഞ്ഞത് എന്തായിരുന്നത്? അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ജനപ്രാതിനിധ്യ നിയമപ്രകാരം 2 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിച്ചിട്ടുള്ള ജനപ്രതിനിധികൾ ആ നിമിഷം അവിടെ നിന്ന് പടിയിറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഭേദഗതി കൊണ്ടുവന്ന ഓർഡിനൻസ്, ആ ഓർഡിനൻസ് ആണ് രാഹുൽ ഗാന്ധി വലിച്ചു കീറിയത്. എന്ന്
പറഞ്ഞാൽ ഒരു നിമിഷം പോലെ MLA യോ MP യോ ആയിട്ടോ ഒരു കളങ്കിതനായിട്ടുള്ള വ്യക്തി ഇരിക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞിട്ടാണ് ശരിയാണ്. കോൺഗ്രസ് ശരിയാണ്. രാഹുൽ ഗാന്ധി അന്ന് അങ്ങനെ ചെയ്തിരുന്നു. സ്വന്തം സർക്കാരിനെതിരെ തന്നെ രാഹുൽ ഗാന്ധി അങ്ങനെ ചെയ്യുന്നതാണ്. കാരണം അത് മാതൃകയായിരിക്കണം പൊതുപ്രവർത്തകർ എന്ന നിലപാട് അന്ന് സ്വീകരിച്ച കോൺഗ്രസിന് എങ്ങനെയാണ് ഇപ്പോൾ മറിച്ച് ചിന്തിക്കാൻ കഴിയുന്നത് എന്നുള്ളത് ശരിയാണ്. ബിജെപിയുടെ വാദം ശരിയാണ്. പക്ഷേ ഇവിടെ വസന്ത് പറഞ്ഞ കാര്യം അന്ന് അല്ലല്ല, വസന്ത് ഇവിടെ പറഞ്ഞ കാര്യം ഈ തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യമൊക്കെയാണ്. അത് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. അവിടെ BJP കടന്നു കയറുകയെങ്കിൽ അത് ആ പാർട്ടിയുടെ പ്രശ്നമാണ്. കാരണം അർദ്ധചിത്രമായി പിന്നെ അവിടെ മറ്റു പാർട്ടികൾ ഒഴിഞ്ഞു കയറിയ ഇതൊക്കെ സംഭവിക്കും. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് കളങ്കിതനായ ഒരാളെ ആ പദവി. ശരി ശ്യാംരാജ്. മഞ്ജുഷ ഒരു പോയിന്റ് ഇതിനകത്ത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, രാഹുൽ ഗാന്ധി സ്വന്തം പാർട്ടിക്കെതിരെ അഴിമതിക്കെതിരെ എന്ന് പറയുന്ന നിലപാടെടുത്ത ആളാണ്. അന്ന് അതൊക്കെ കീറി ഷോ ഇറക്കിയ ആളാണ്. ഇപ്പോൾ അദ്ദേഹം ഇതേ വിഷയത്തിൽ തല തിരിഞ്ഞിട്ട് സമരം ചെയ്യാണ്. അപ്പോൾ ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് ഇവർക്ക് ധാർമ്മികത ഒന്നുമില്ല, ഇവർക്ക് ജയിലിൽ കിടക്കുമോ എന്നുള്ള ഭയമാണ്. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞു വരുന്ന അവിടെയാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവരെ ഭയപ്പെടുന്നത്? ഓരോ സമയത്ത് ഇവർക്ക് ഓരോ നിലപാടുകളാണോ? അതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ വേണ്ടിയിട്ട്